ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് നടൻ ബൈജു എഴുപുന്ന. വർഷങ്ങളായി സിനിമയിലുണ്ടെങ്കിലും അടുത്തിടെയാണ് ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങളിൽ ബൈജു പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. ബൈജുവിൻ്റെ വീട്ടുവിശേഷങ്ങൾ ഓൺലൈൻ ചാനലുകളിൽ വന്നതോടെ നടനും കുടുംബവും മലയാളികൾക്ക് പ്രിയപ്പെട്ടവരായി. മകളുടെ വിവാഹത്തിന് മെഗാസ്റ്റാർ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും എത്തിയതും വലിയ വാർത്തയായി. ബൈജു എഴുപുന്നയുടെ അനിയൻ്റെ മരണവാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിറയുന്നത്. 49 വയസ്സ് മാത്രമാണ് അനിയൻ ഷെൽജുവിനുണ്ടായിരുന്നത്. അനിയൻ്റെ മരണത്തിൽ തകർന്നിരിക്കുകയാണ് ബൈജു. നിറഞ്ഞ കണ്ണുകളോടെയാണ് അനിയനെക്കുറിച്ച് ബൈജു സംസാരിച്ചത്. ഷെൽജു നല്ല ആരോഗ്യവാനായിരുന്നു എന്ന് ബൈജു പറയുന്നു. ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല. ബൈജുവിൻ്റെ മകളുടെ കല്യാണത്തിനൊക്കെ വളരെ ആക്റ്റീവായിരുന്നു ഷെൽജു. കഴിഞ്ഞ മാസം ചെറിയൊരു പനി വന്നിരുന്നു. കുറച്ച് ദിവസം ആശുപത്രിയിലും കിടന്നു. അല്ലാതെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പുകവലി, മദ്യപാനം അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഷെൽജുവിനുണ്ടായിരുന്നില്ല. നന്നായി വർക്കൗട്ടും ചെയ്യുമായിരുന്നു. ഭക്ഷണകാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരുന്നു. എന്നിട്ടും ഹൃദയാഘാതത്തെ തുടർന്ന് ഷെൽജു വിട പറഞ്ഞതിൻ്റെ വേദനയിലാണ് ബൈജു. എത്രയൊക്കെ ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, ദൈവം വിളിച്ചാൽ പോയല്ലേ പറ്റൂ എന്നാണ് വേദനയോടെ ബൈജു പറയുന്നത്. ബൈജു എഴുപുന്ന നിരവധി മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1991 പുറത്തിറങ്ങിയ ഇരിക്കൂ MD അകത്തുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. വില്ലൻ വേഷങ്ങളിലാണ് കൂടുതലും അഭിനയിച്ചിട്ടുള്ളത്. ആനന്ദ് മസൂദിനെ നായകനാക്കി സൂരജ് തോമസ് സംവിധാനം ചെയ്ത വിശേഷമാണ് ഒടുവിൽ പുറത്തു വന്ന ബൈജുവിൻ്റെ ചിത്രം.